എന്താണ് ഈ കേരള ക്യാമ്പ് ദൗത്യത്തിനൊപ്പം ചേരാമെന്ന് ജയസൂര്യക്ക് തോന്നുന്നത്? പറഞ്ഞത് വേറൊന്നുമല്ല. കാരണം നമ്മുടെ ചില കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് സുധി വാത്മീകം, ഞാൻ മേരിക്കുട്ടി, പിന്നെ വെള്ളം എന്നുള്ള സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാമറികളിലാണ് സുധി വാത്മീകം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ വിക്കുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, അവരുടെ കുറേ അനുഭവങ്ങളും അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ മേരിക്കുട്ടി ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സ് കുറേ സുഹൃത്തുക്കളെ കണ്ടുകൂട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മേരി ആവാസുനോ എന്ന് പറയുന്ന സിനിമ, അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇങ്ങനത്തെ സിനിമകൾ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാമറിങ്ങുള്ള ആളുകൾ സിനിമ റിലീസായതിനു ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറവുകളുണ്ട്, അത് പേടിച്ചുകൊണ്ട് ഞാൻ ആളുകളോട് എനിക്ക് സ്റ്റാമറിംഗ് കൊണ്ട് എനിക്ക് വിക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പലരോടും സംസാരിക്കാൻ മടിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, അത് നിങ്ങളുടെ സിനിമയിൽ പറയുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പേടിയെ ഒന്ന് അഭിമുഖീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് കാണിച്ചിരുന്ന സിനിമയാണ്. അതുകൊണ്ട് എനിക്ക് സ്റ്റാമറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്കതൊക്കെ എന്താ പറയുക, എനിക്ക് പലതും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഓരോ സിനിമകളും ജനങ്ങളെ സ്വാധീനിക്കുന്നു. ഉദാഹരണം, ഞാൻ മേരി ആവാസുനോ എന്ന് പറഞ്ഞ് ഞാനും മഞ്ജു വാര്യരും കൂടി അഭിനയിച്ച സിനിമയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ? അപ്പോൾ അതിലെന്ന് പറയുന്നത് ആദ്യ ശങ്കർ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പേരെ റേഡിയോയിലൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ആളുകൾ എണീക്കുന്നതും ഉറങ്ങുന്നതുമല്ല. ആ വ്യക്തിക്ക് തൊണ്ടയിൽ ക്യാൻസർ വരിക, ഓക്കെ, ശബ്ദം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് മഞ്ജു ചെയ്യുന്ന കഥാപാത്രം. ആ സിനിമ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്തുള്ള മാഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. മാഹിർ ഇതുപോലെ സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണ്. വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു പക്ഷേ പുള്ളി സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ലാരിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് സംസാരിക്കുക. അതായത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശബ്ദം നഷ്ടപ്പെട്ടു. ആ ശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വോയിസാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ലാരിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനും ആ സിനിമയിൽ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് രോഗം വന്ന് ഞാൻ ആദ്യം ഡിപ്രഷനിലേക്ക് പോയി, ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയി. പക്ഷെ എന്നിട്ടും എനിക്ക് എവിടെയും ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ വന്നു. വീണ്ടും അദ്ദേഹം സീരിയലിൽ അഭിനയിക്കുന്നു, ശബ്ദമില്ല, ആ ഡയലോഗ് മാത്രമേ പറയുള്ളൂ, വേറെ ആളാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ അസുഖം എല്ലാവർക്കും, എല്ലാ അസുഖങ്ങളും എല്ലാവർക്കും വരും. നമുക്ക് ചുമ്മാ മോട്ടിവേഷൻ വാരി വിതറാം, അതൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമൊന്നുമല്ല. അത് അവനവൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ ഏത് അസുഖത്തിൽ നിന്നും ഏതൊരു ഒന്നിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റുള്ളൂ എന്നുള്ള ആളുകളെ ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്ക് കയറി വരാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് സാമ്പത്തികം ഉണ്ടാവും, അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഇതെല്ലാം കൊണ്ടും ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ, അത് ബിലീവേഴ്സ് ഹോസ്പിറ്റലുള്ളത് അതൊരു ചെറിയ നേട്ടമല്ല. അത് മനോരമ വേണ്ട ആളുകളെ കണ്ടെത്തുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൂടാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വിഷയങ്ങളിലും ജയസൂര്യ വളരെ ജെന്യുവനായിട്ട് ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് ജയസൂര്യക്ക് എല്ലാം മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള സംശയമൊന്നുമില്ല. അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ് ജയസൂര്യ? അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ നാട്ടിൽ പൊതുവാസം കാണുമ്പോഴത്തേക്കും സാധാരണക്കാരനായ ആരും പ്രതികരിച്ചു പോകുന്നതേ ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. പക്ഷേ ഭയങ്കര കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സിനിമാ താരമായതുകൊണ്ടാണ് അതെല്ലാം ന്യൂസായിട്ട് വരുന്നത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു FB പോസ്റ്റ് ഇട്ടാലോ നിങ്ങളൊരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചാലോ അത് ന്യൂസ് ആവുന്നില്ല. പക്ഷെ നമ്മളത് സംസാരിച്ചാൽ ന്യൂസ് ആവുന്നത് അത് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇവൻ ഏതോ പാർട്ടിയുടെ നേതാവാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എനിക്ക് ചർച്ചയിൽ പോയിരുന്ന് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് ഇങ്ങനൊരു വേദി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചായപ്പില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, ആരുമായിട്ടും ഒരു ചായവുമില്ല. കാരണം ഞാൻ തികഞ്ഞ കലാകാരനാണ്. ഒരു തികഞ്ഞ കലാകാരന് ഞാൻ വിശ്വസിക്കുന്നത് അവന് പാർട്ടിയില്ല. കാരണം എല്ലാവരും അവൻ്റെ കണ്ണിൽ ഒരുപോലെയാണ്.
അപ്പോൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമാണ് ഒരു കലാകാരനെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിനെ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ആളുകളോട് പോസിറ്റീവായിരിക്കും, ധൈര്യത്തോടെ മുന്നോട്ട് പോകും, അതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വൈബ് വീണ്ടെടുക്കാം. അപ്പോൾ അവനവൻ സന്തോഷമായിരിക്കാൻ, അല്ലെങ്കിൽ ആ വൈബ് തിരിച്ചു പിടിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ക്യാൻസർ നേരിടുന്നവരെ ചേർത്ത് നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? സമൂഹം എന്താണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ക്യാൻസർ മാത്രമല്ല, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പുസ്തകത്തിലാണെങ്കിലും ശരി, ആത്മവിശ്വാസം വേണം, ആത്മവിശ്വാസം വേണം. അതൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ അടിച്ച് പോകുന്നത് പോലെ ഉള്ള കുറച്ച് വാക്കുകൾ നമുക്കുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ പോകും. അതെന്തുകൊണ്ടാണ്? ആത്മവിശ്വാസം വേണമെങ്കിൽ ആത്മനെ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്ത് ആരും അറിഞ്ഞതിനെ വിശ്വസിക്കുള്ളൂ. അപ്പോൾ ആദ്യം അറിയണമെങ്കിൽ അവനെ അറിയണം. അവനെ അറിയണമെങ്കിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അവനവനിലേക്ക് തന്നെയുള്ള ഒരു നോട്ടം ആവശ്യമാണ്. അതിനും എന്താണ് വേണ്ടത്? അവനവനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും മനസ്സിലാക്കുക, അവനവനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത്, ലൈഫിൽ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദിയുള്ളവനാകുക സ്വന്തം ജീവിതത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെങ്ങനെയാണ്? ഒരു ദിവസമെങ്കിലും ഒരു 10 നിമിഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് നല്ലൊരു കണ്ണുണ്ട്, നല്ലൊരു മൂക്കുണ്ട്, നല്ലൊരു ജീവിതമുണ്ട്, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്. ഇതിനൊക്കെ നന്ദി, ഓരോന്നിനും നന്ദി പറയുമ്പോഴാണ് നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റും. ഇതെല്ലാം ഉള്ളവനാണ് ഞാൻ. ഇത് നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരല്ലേ പറഞ്ഞു തരുന്നത്. നീ അങ്ങനെയാണ്, അപ്പം ഞാൻ ഇങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റും. അങ്ങനെയല്ല, നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റണം. അപ്പോഴാണ് ആത്മനെ അറിയാൻ പറ്റുക. അങ്ങനെ അറിഞ്ഞതിനെ മാത്രമാണ് വിശ്വസിക്കാൻ പറ്റുക. അങ്ങനെയാണ് ആത്മവിശ്വാസം ഉള്ളവനായി മാറാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും എന്ത് അസുഖം വന്നാലും ശരി, എനിക്കിത് നേരിടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിടാൻ പറ്റും. നേരത്തെ പറഞ്ഞത് വലിയൊരു പോയിന്റ് തന്നെയാണ്. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ തളർന്നു പോകും. പക്ഷെ ആ തകർന്നു പോകുന്ന റിയാലിറ്റിയിൽ അത് മനസ്സിലാക്കിയിട്ട് അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അവരിലുള്ള ഹീറോ ജനിച്ചു തുടങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അതിജീവിച്ചവരുടെ കഥകൾ, അനുഭവങ്ങൾ കേൾക്കാം. കാരണം അവർക്കാണ് സ്വാഭാവികമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ളത്. ആദ്യം യേശുവിയുടെ അനുഭവങ്ങൾ പറയുന്നത് മെറി വർഗീസ് ആണ്. ഓങ്കോളജി നഴ്സായിരുന്നു, സർവൈവറാണ്. മെറിയിലേക്ക്. നമസ്കാരം. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ വൈബ് നഷ്ടപ്പെടുമോ എന്ന് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2022 മാർച്ചിലാണ്. ആ സമയം എൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വന്നു. ന്യൂറോളജിസ്റ്റ് അപ്പോൾ എനിക്ക് യൂറിനറി ബ്ലാഡർ ക്യാൻസർ ആയിരുന്നു. അതിവിടെ വന്നു. പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തു. അതിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഓൺകോളജി നേഴ്സായിട്ട് 35 വർഷം വിദേശത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തന്നെ തോന്നി ഇതൊരു 90% ക്യാൻസർ ആയിരിക്കും എന്നെനിക്കറിയാമായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ ബയോപ്സിക്ക് വന്നത്. ബയോപ്സിയുടെ യൂറോളജി ടീമാണ്, ഡോക്ടർ മോൺസിൻ്റെ യൂറോളജി ടീമാണ് അത് ബയോപ്സി ചെയ്ത് ഓപ്പറേഷൻ ചെയ്തു. അതിൽ നിന്ന് അതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് വരത്തക്കോണം വരാനായിട്ടൊരു 15 ദിവസത്തെ താമസമുണ്ട്. ആ സമയം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ സമയമാണ് നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈം എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇത് പോസിറ്റീവായാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, എൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പോകുമ്പോൾ. എൻ്റെ ഹസ്ബൻഡ് ഒരു പാർക്കിൻസൺസ് ഡിസീസ് സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 22 വർഷമായിട്ട് പാർക്കിൻസൺസാണ്. എനിക്ക് 2 മക്കളാണ്. ഞാൻ അവരോടാണ് എൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് തന്നെ തോന്നി, എൻ്റെ 35 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മറ്റു പലരും പുറത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മളോട് സഹതപിക്കാൻ, നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരുതാൻ, എനിക്കില്ലാത്ത ഒരു സങ്കടമാണ് അവർക്ക് കാണിക്കുന്നത്. ഇത് നമ്മുടെ മരിച്ചുപോയ അന്തരിച്ച മിസ്റ്റർ പറഞ്ഞതുപോലെ മറ്റുള്ളവരാണ് വന്നു നിന്നിട്ടൊരു നോട്ടവും നോക്കി നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അത് വലിയൊരു പ്രയാസമായിട്ട് വരും. അതിന് ഞാനൊരു ഇട കൊടുക്കാതെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും
കുറിച്ച് ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്നോട് പറഞ്ഞു, ചേച്ചി ഇത്രയും നാൾ ചേച്ചിക്ക് ഇത് വർക്ക് ചെയ്യാം, മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്തു, കൺവിൻസ് ചെയ്തു, അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരാൾക്ക് ഇത് ഓവർകം ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. അതെനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നു. അതിൽ കൂടെ ഞാൻ പിടിച്ച് കയറിയായിരുന്നു എന്ന് തന്നെ പറയാം. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ഞാനിവിടെ വന്നത് ക്യാൻസറാണെന്നുള്ളത് കൺഫേം ചെയ്തു. അതിനുശേഷം എന്നെ ഓൺകോളജിയിലേക്ക് റെഫർ ചെയ്തു. ഞാൻ ഇതിനിടയ്ക്ക് 2-3 ഓൺകോളജിസ്റ്റ് വെളിയിലുള്ള എല്ലാ കൊളീഗ്സായിട്ട് വെളിയിലൊക്കെ വർക്ക് ചെയ്ത ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. ട്രീറ്റ്മെൻറ്റും എനിക്കറിയാമായിരുന്നു. ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാനൊരു കേസ് പ്രസന്റേഷനും ചെയ്തിട്ടുള്ളതായിരുന്നു. സോ അതിനെക്കുറിച്ചെല്ലാം എനിക്ക് നല്ല വ്യക്തതയുണ്ടായി. എനിവേ ഞാനിവിടെ വന്നു. ഇവിടുത്തെ ഓൺകോളജി ടീം എന്നെ വളരെയധികം സഹായിച്ചു. ഡോക്ടർ എബ്രഹാം സാമുവലിൻ്റെ നേതൃത്വത്തിലുള്ള ഓൺകോളജിസ്റ്റ് പ്ലസ് ഇവിടുത്തെ നഴ്സസ്, ഓൺകോളജി നഴ്സസ്, സ്പെഷ്യലി ഡേ കെയറിലുള്ള നഴ്സസ്, അവർ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. വളരെ പ്ലസൻ്റായിട്ട് നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. അതെനിക്ക് വളരെ സഹായകരമായിട്ട് തോന്നി. ഈ ജേർണി മുന്നോട്ട് പോകുന്നതോടെ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ഇമ്മ്യൂണിറ്റി തെറപ്പിയാണ്. സോ ആ ഇമ്മ്യൂണിറ്റി, എൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി തന്നെ ക്യാൻസർ സെൽസിനോട് പോരാടുന്ന ഒരു സമ്പ്രദായമാണ്. അതിൽ കൂടെ എനിക്ക് ഇമ്മ്യൂണിറ്റി തിരിച്ചെത്തി എൻ്റെ സെൽസിനെ എല്ലാം തന്നെ നശിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ എനിക്ക് വിശ്വാസം. നമ്മുടെ ഇതിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാനമാണ്. അതൊരു വലിയ ഒരു സാധനം തോന്നിയെന്നറിയോ? വെറുതെ ചോദിച്ചത് എന്താണ് ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ രോഗമുള്ള ഒരാളുടെ അടുത്ത് പോലും നമ്മൾ ചെന്നിട്ട് വളരെ ദുഃഖപുത്രനായിട്ട് ദുഃഖപുത്രയായിട്ട് നിൽക്കാതിരുന്നാൽ തന്നെ അവർക്ക് സമാധാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഒരു ഇതിൽ നിന്ന് എനിക്ക് അതാ തോന്നിയത്. എങ്ങനെയാണ് അത് നമ്മൾ നോർമലി അവരോട് ഇടപെട്ടിരുന്നത്, അതുപോലെ തന്നെ അവരെ വീണ്ടും അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സമാധാനം ഉണ്ടാവും. അതെ, അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് പോയി കുറച്ച് തമാശകൾ പറയൂ, അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തണം നമ്മൾ. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വായിൽ പോലും കൊടുക്കാനോ അവരിലേക്ക് ഇൻജക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മളുടെ ബിഹേവിയറിൽ പോലും മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ സാന്ത്വനം കൊടുക്കാൻ പറ്റണം. അവിടെയാണ് അങ്ങനെ ഒരു സന്ദേശമാണ് എന്തായാലും പങ്കുവയ്ക്കുന്നത്. എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു സജഷനാണിത്, ക്ഷമിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ ക്യാൻസർ സർവൈവേഴ്സ് എന്ന് പറയുന്നതിൽ എനിക്കറിയില്ല അതിൽ എത്രമാത്രം ഇതുണ്ടെന്നുള്ളത്. നമ്മൾ മറ്റസുഖങ്ങളുള്ള കാര്യം കോവിഡ് സർവൈവർ എന്ന് പറയാറില്ലല്ലോ. അവിടെ ക്യാൻസർ സർവൈവർ എന്ന് പറയണമെന്ന് എനിക്ക് ഒരു വാക്ക് വേണ്ട, ഒരു വാക്ക് വേണ്ട എന്നുള്ളതാണ്. മറ്റുള്ളവരെ പോലെ തന്നെ ക്യാൻസർ ഭേദമായ ആൾക്കാരെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ക്യാൻ എന്നുള്ളതിന് മറ്റൊരു വേർഷൻ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ അവയർനെസ് നേഷൻ. അതാകുമ്പോൾ നമ്മൾ ഈ നേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവയർനെസ് ആണ്. ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വലിയ മഹാരോഗമൊന്നുമല്ല. കാരണം ഇവിടുത്തെ ടെക്നോളജി വികസിച്ചതും നമ്മുടെ മെഡിസിനൊക്കെ വികസിച്ച് വരുന്നതനുസരിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നല്ല നല്ല ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് മിക്കവാറും എല്ലായിടത്തും തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. ചിലരുടെ അമേരിക്കൻ പരിശ്രമമാകുക, ആ അമേരിക്കൻ ഓൺകോളജിസ്റ്റിൻ്റെ പ്രോട്ടോകോൾസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. ഇവിടെ നമുക്കിപ്പോൾ ഡെലിവേഴ്സ് ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ് ചെയ്ത് ക്യൂറായി അല്ലെങ്കിൽ റിമിഷനിലായി നടക്കുന്ന ഒരുപാട് രോഗികളുണ്ടാവും. അങ്ങനെയുള്ളവരെ കൂട്ടി വരുത്തിയിട്ടുണ്ട്. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ അതും വേണ്ട വർഷത്തിലൊരിക്കൽ അവരെ മാത്രം കൂട്ടി വരും. ആ സമയത്ത് ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന രോഗികളെ കൂടെ കൊണ്ടുവന്നിട്ട് ഇവർ കടന്നുപോയ വേണ്ട പേഴ്സണലായിട്ട് അവരോടൊന്ന് സംസാരിച്ച് ഒരു സംവാദം പോലെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എവിടെയെങ്കിലും ഒന്ന് കൂടി നമ്മൾ കിടന്ന് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നല്ല സന്ദേശം. താങ്ക് യു. സജഷൻസ് ആണ്. നല്ല സജഷൻ മാത്രമല്ല മാം, അതായത് ഈ അടുത്ത് സംഭവം അറിയാം അല്ലേ? അതായത് എൻ്റെ അടുത്ത് നല്ലൊരു ഡോക്ടർ വന്നൊരു കാര്യമുണ്ടായി. കാരണം ഒരു അസുഖമായിട്ട് ഒരാൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ചെറുപ്പം കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് നിന്നാൽ പറഞ്ഞിട്ടുണ്ടോ അതോ കൊണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റാണ്. അപ്പോൾ അവൻ തകർന്നു പോകണം, പേഷ്യൻ്റാണ്. നേരെ
ഗസ്റ്റിലൊന്നും അങ്ങനെ എത്തിക്കൊള്ളു. അവൻ ആ ചില ടേംസ് മാറ്റി കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന എനർജി വളരെ വലുതായിരിക്കും. ഞാൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് തന്നെയാണ്. അപ്പോൾ ക്ലൈന്റ് തന്നെ പലരും ക്ലൈന്റ് എന്ന് പറയുന്നത് ഗസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. ഒരാളുടെ മുഖത്തൊരു പേഷ്യൻ്റ് വിളിച്ചാൽ തന്നെ ഡോക്ടർ വിളിച്ചാൽ തന്നെ അവൻ തകർന്നു. അപ്പോൾ അതും വലിയൊരു മാറ്റം ഈ കേരളത്തിന് വേണ്ടിയുള്ള സ്ഥലത്ത് എന്താ ഉദ്ദേശം? പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ക്യാൻസർ. അയ്യോ, അത് അവിടെ ചിന്തിച്ചോ? ഇതാണ് ആ ഫാക്ടർ സ്റ്റോപ്പ് ചെയ്ത്. ജോൺസൺ ഇടയാറുണ്ട്. ആദ്യമായിട്ട് ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ. ബിക്കോസ് തുടങ്ങിയത് ആ പ്രൊമോയാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. യെസ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഞാനിപ്പോൾ കാണുന്ന കേരള ക്യാൻ. വീണ്ടെടുക്കാൻ ജീവിതത്തിൽ വൈബ് യൂണിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മനോരമയും ന്യൂസും ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ വൈബ് വീണ്ടെടുക്കാൻ കഴിയും. അതിന് കരുത്തനായ ഒരു വ്യക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 885 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2021 സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതായിരുന്നു ക്യാൻസർ. വളരെ ചുറുചുറുക്കോടുകൂടി നടന്ന ഒരു വ്യക്തി, ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് ഇറങ്ങിയ ഒരു വ്യക്തി, ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതികരണത്തിൽ WHO മെമ്പറായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് ക്യാൻസർ വരും, ഒരു ചെറിയ ഒരു വയറ്റ് വേദന. അത് ഞാൻ നിസ്സാരമായിട്ട് തള്ളി. പക്ഷേ എൻ്റെ കസിൻ കൂടിയായ ഒരു സർജനോട് പറഞ്ഞു, ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് 65 വയസ്സായിട്ട്. അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തില്ല. പിന്നീട് അതേ വീണ്ടും വഴക്ക് പറഞ്ഞപ്പോൾ പോയി ചെയ്തപ്പോഴാണെന്ന് ഞെട്ടി. എനിക്ക് കൊളോറക്ടൽ ക്യാൻസർ സ്റ്റേജ് 3യുടെ ലാസ്റ്റ് സ്റ്റേജാണ്. തിരുവനന്തപുരത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാരണം അതുകൊണ്ട് യാതൊരു സിംറ്റവും എനിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. സ്റ്റേജ് 3യുടെ ലാസ്റ്റ് ഘട്ടം. നേരെ വെല്ലൂർക്ക് പോയി. വെല്ലൂർ 1.5 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു മേജർ സർജറി നടത്തി. അതിനുശേഷമാണ് അവരെന്നെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കീമോതെറാപ്പിക്ക് വേണ്ടി അയച്ചു. അപ്പോൾ അവിടെ നിന്ന് അയക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് എന്നെ യൂണിവേഴ്സിറ്റിയോട്ട് അയക്കുന്നത്? കാരണം ഞാൻ യൂണിവേഴ്സിറ്റി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, യൂണിവേഴ്സിറ്റി തന്നെയാണ് പോകേണ്ടത്. ഞങ്ങളുടെ പ്രോട്ടോകോൾ കൃത്യമായി നടപ്പാക്കുന്ന, അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ ഡയറക്ടറാണ്, ഇതിൻ്റെ ഡയറക്ടറും സിഇഒയും ഡോക്ടർ ജോർജ് സാറുണ്ട്, സിജോ അച്ഛനുണ്ട്. അവിടെ പോകും. ഞങ്ങളുടെ കൃത്യമായ പ്രോട്ടോകോൾ നടപ്പാക്കുന്ന സ്ഥാപനം. അങ്ങനെ ഏതാണ്ട് മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഇവിടെ വന്നതെന്ന് പറയാനൊന്നും നോക്കിയില്ല. ഞാൻ 2021 നവംബർ മാസം 22-ാം തീയതിയാണ് ആദ്യമായിട്ടുള്ള വരുന്നത്. സിജോ അച്ഛൻ്റെ മുറിയിലോട്ട് കയറി വന്ന് അന്നേരം റിസീവ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടറിനെ എന്നെ ഏൽപ്പിച്ചു. അതാണ് ഡോക്ടർ ജോംസി ജോർജ്. ജോംസി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ജോംസി എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. കീമോതെറാപ്പിയെ പറ്റി എനിക്ക് ഭയങ്കര ഭീകരമായ ഭയമുണ്ട്. കാര്യം ഒത്തിരി ആൾക്കാർ പല ധാരണകളും എനിക്ക് തന്നിട്ടുണ്ട്. ഇത് ഭയങ്കര അസ്വസ്ഥത തരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റേജ് 3 ക്യാൻസർ ആവുന്നതാണ്. ഇവിടെ വന്നു 8 സൈക്കിൾ 3 ആഴ്ച കൊണ്ട് നിൽക്കുന്ന 8 സൈക്കിളിന് വേണ്ടി കീമോതെറാപ്പി ഇവിടെ ആരംഭിക്കുന്നു. പക്ഷേ കീമോതെറാപ്പി അത്ര എളുപ്പമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. വളരെ സഹനം നിറഞ്ഞ നിമിഷങ്ങൾ, വേദന നിറഞ്ഞ നിമിഷങ്ങൾ, അതിൻ്റെ അസ്വസ്ഥതകൾ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്ന ചിത്രത്തിലൊക്കെ കണ്ടാൽ അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ആ കീമോതെറാപ്പിയുടെ ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടൊക്കെ ഞാൻ കണ്ടുപോവുകയാണ്. പക്ഷെ ഞാൻ അവിടെ തന്നെ തീരുമാനമെടുത്തു, ഇല്ല, ഞാൻ ഒരിക്കലും തോൽക്കില്ല, ഐ വിൽ ഓവർകം. ഞാൻ തോൽക്കാൻ തയ്യാറല്ല. എനിക്ക് രണ്ടാമത്തെ ഈശ്വരണം. അതിനുള്ള സാഹചര്യമാണ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നൽകപ്പെട്ടത്. ജോർജ് ആൻഡി സാറും അതുപോലെ തന്നെ ജോംസിയൊക്കെ എന്നും എൻ്റെ മുറിയിൽ വരികയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ ചിന്തകളിൽ ഉടലെടുത്താണ് നമുക്കിവിടെ എന്തുകൊണ്ട് ഒരു വലിയ സെന്റർ തുടങ്ങിക്കൂടാ ഈ കാര്യത്തിൽ. അങ്ങനെയാണ് നാഷണൽ റിസോഴ്സ് സെന്റർ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇന്ത്യയിലെ ഏക സെന്ററാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ സെന്ററാണ്
ഈ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിൽ 2022 ഏപ്രിൽ മാസം 28-ാം തീയതി കേരള ഗവർണർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഒക്കെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയോട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ക്യാൻസർ അതിൻ്റെ നഷ്ടപ്പെടുത്തുന്ന സാധ്യതയാക്കി നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള ആ വൈബ് കിട്ടിയതുകൊണ്ടാണെന്ന് പറയാതിരിക്കാൻ നോക്കിയില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സസ്, ഇവിടുത്തെ കെയറിംഗ് ടീം കമ്പാഷനറ്റ് കെയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഈ സ്ഥാപനം സഹായിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കൊരു സർജറി വേണ്ടി വന്നു. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ സർജറി വന്നു. കഴിഞ്ഞ വർഷം തന്നെ മുമ്പത്തെ വർഷം നവംബർ 24-ാം തീയതി വീണ്ടും വലിയൊരു സർജറി. ഇപ്പോൾ ഒരു 30-20 സെന്റിമീറ്ററിന്റെ ഒരു മെഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. കീമോതെറാപ്പി ഇൻഡ്യൂസ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അതുകൊണ്ടാണ് എനിക്ക് മൈക്ക് പിടിക്കാൻ കഴിയാത്തത്. എനിക്ക് സെൻസേഷൻ കുറവാണ്, ടിംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന വൈബ് ഇതിലൂടെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഇതാണ്. എനിക്ക് 2 കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറണം. ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. 2, ഓവർകം ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസം. 3, പലരും പറയുന്നത് കേട്ട് പോകരുത്. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ കറക്റ്റായിട്ടുള്ള ആളുകളുടെയും നിർദ്ദേശങ്ങൾ മാത്രമേ ശ്രമിക്കാവൂ. എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് പറയുന്നുണ്ട്, അവിടെ ഒറ്റമൂലിയുണ്ട്, അവിടെ ഒരു വൈദ്യനുണ്ട്, അവിടെ പോയാൽ അത് നടക്കും, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഇത് മാറും, അല്ലെങ്കിൽ ഇന്ന ഒത്തിരി പച്ചക്കറി കൂട്ടുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ പുറകെ പോയി ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി, ഇത് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കും, ഒന്നും പേടിക്കണ്ട. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടാവും. അതിനെ അതിജീവിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും പ്രധാനം. ലാസ്റ്റായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയസൂര്യയുടെ മുഖം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ കണ്ട മുഖങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് യുവത്വത്തിന്റെ പ്രതികരണത്തിന്റെ പ്രതീകമായി മാറിയ കുണ്ടും കുഴിയും നിറഞ്ഞ ആ റോഡിൽ കാറ് നിർത്തിയ സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യുവത്വത്തിന്റെ പ്രതീകമായി ഞാൻ കണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്തത്തോടെ എൻ്റെ പ്രിയപ്പെട്ട ജയസൂര്യ ഏറ്റെടുക്കണം. കാരണം പറഞ്ഞു, ഇതൊരു മിഷനാണെന്ന് പറഞ്ഞു. ഈ ക്യാൻസർ, ഈ പറയുന്ന 8ാം വകുപ്പിന്റെ ഔട്ട്കമായിട്ടുണ്ടാകേണ്ടത് വ്യക്തമായ ഒരു പോളിസി ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ മുഴുവൻ ക്യാൻസർ രോഗികൾക്കും സൗജന്യമായ ചികിത്സ ലഭ്യമാണ്. അതിന് പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഈ പറയുന്ന വെപ്പണിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി മുടക്കുന്ന ഡിഫൻസ് ബഡ്ജറ്റിന്റെ 5% മാറ്റി വെച്ചാൽ അത് സാധ്യമാകും. അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവണം. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ കർമ്മ പദ്ധതികളുണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് മദ്യം, പുകയില, അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം, അന്തരീക്ഷ മലിനീകരണം, ഇതിന്റെ മുന്നണി പോരാളിയായിട്ട് യേശുരി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ നാഷണൽ റിസോഴ്സ് സെന്ററിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങ് ഞങ്ങളുടെ അംബാസഡറായിട്ട് വരുമെങ്കിൽ അത് ഞങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. വളരെ നല്ല മെസ്സേജസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വളരെ ടിപ്പിക്കലായിട്ടൊരു മലയാളി എന്നുള്ളതല്ല, സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ളതിലേക്ക് ഞാനിങ്ങനെ ഈ ഇദ്ദേഹം മൈക്ക് മറ്റൊരാൾ വിളിച്ചു തന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മൈക്ക് വിളിച്ച് എന്നൊക്കെ സത്യമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ക്ലൈമാക്സ് പോലെ മറ്റേത് പറഞ്ഞ് എനിക്ക് മൈക്ക് പിടിക്കാൻ കഴിയുന്നത്. വെറുതെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചത്. അതൊന്ന് ഇവിടെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ മദ്യത്തിന് വേണ്ടി മറ്റതിനു വേണ്ടിയൊക്കെ പൈസ മാറ്റി വയ്ക്കുന്നത് പോലെ ഒരു വിഭാഗം ഇതിലേക്ക് പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അത് വളരെ നല്ലൊരു പോയിന്റ് തന്നെയാണ്, അത് വരേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ തുടക്കം. കാരണം മനോരമ ഒരു ഹോസ്പിറ്റലിനെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ബിലീവേഴ്സ് എന്ന് ഞാൻ ചോദിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് വളരെ വ്യക്തമായ അവരതൊരു സ്റ്റഡി നടത്തും, ആളുകളുടെ അനുഭവങ്ങൾ എടുക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിലീവേഴ്സിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകുന്ന 100% ഉറപ്പ് നാട്ടുകാർക്കും അതുപോലെ തന്നെ മനോരമയ്ക്കും ഉള്ളതിന്റെ പേരിൽ തന്നെയാണ് ഇവിടെ വന്നത്. അച്ഛനോടൊക്കെ പറ്റുമെന്ന് സംസാരിച്ചാൽ തന്നെ നമുക്ക് മാനസാന്തരപ്പെട്ട് പോകാൻ തോന്നുന്നു, അസുഖമാർക്ക് പോകാൻ തോന്നുന്നു. അങ്ങനെ ഒരു ചെറിയുള്ള ഒരു അദ്ദേഹത്തെ ഞാൻ ചാനലിലൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്, നേരത്തെ കാണാൻ ഒരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ പുതിയ അസുഖം മാറും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 50 ലക്ഷത്തോളം അല്ലേ രൂപ തീർച്ചയായിട്ടും ബിലീവേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള പല ഹോസ്പിറ്റൽസും പല സ്പോൺസേഴ്സും ഒന്ന് വിചാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും. താങ്ക് യു. എന്തോ ചോദിക്കാനുണ്ട്. ഓ ചോദിക്കില്ല. ആരാദ്യം ചോദിക്കുന്നത്? പേരൊന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ പേര് കാർത്തിക. ഞാൻ ക്ലിനിക്കൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ഡോക്ടറാണ്. സാറിന് പേഴ്സണൽ ലൈഫിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്യാൻസർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ട് കാണിക്കുക. പക്ഷെ അത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളല്ല. ഇപ്പം ഇന്നലെ സംഭവിച്ചിരിക്കുകയാണ്. ചെറിയ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സിംഗപ്പൂർ. അപ്പോൾ അവർ വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു റിലേറ്റീവ്, ഒരു എന്താ പറയുക, അവർക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞത്. ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തീരുമാനം കഴിച്ചാൽ അമ്മമാരൊക്കെ വരുമല്ലോ. അങ്ങനെ തിരുമ്പിക്കൊണ്ടിരുന്ന കഴുത്തിൽ നമ്മളെന്തൊരു മുഴ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അറിയില്ല ചേച്ചി, ഇതിന് ഇടയ്ക്ക് പോകും ഇടയ്ക്ക് വരും എന്ന് പറയണ്ടായി. അന്നും കൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ക്യാൻസർ ആണെന്ന്. അപ്പോൾ നമ്മൾ 1-2 ദിവസം കൂടുമ്പോഴത്തേക്ക് ക്യാൻസർ കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒന്നും ആവണമെന്നില്ല. അത് ഇങ്ങനെ ഒരു 10 പേരിലെടുത്താൽ ഒരാൾക്കോ 2 പേർക്കോ വിട്ടുനിൽക്കുന്ന അവസ്ഥയിലാണ്. എനിക്ക് തിരിച്ച് അങ്ങോട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ നിന്നും മാറണം എന്ന് ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയും. ഞാൻ ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു 2 months ഇവിടെ ജോലിക്ക് കയറിയതായിരുന്നു. ഹൗസ് ഏജൻസി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഫെഡപ്പായിരുന്നു. ഞാൻ ഇതാണോ എൻ്റെ വഴി എന്നൊക്കെ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ ക്ലിനിക്കൽ ഹെമറ്റോളജിയിൽ ഡോക്ടർ ഷെക്സിലാണ് ജോലിക്ക് കയറിയത്. ഞാൻ കയറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു 10 months എനിക്ക് ഞാൻ ഭയങ്കര എവേക്കേജ് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയി മാറുമായിരുന്നു. എസ്പെഷ്യലി നമ്മൾ കാണുന്നത് ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിനെ കാണുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലേറ്റർ ഓൺ the hope we give them, and when we see their confidence and smiles, all the more it was a reason for me to stay back here. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പം ഒരു 24 hours കണ്ടിന്യൂസ് ജോലി ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ്. നോട്ട് കംപ്ലൈനിങ് അബൌട്ട് ഇറ്റ്. അല്ലാതെ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ തിങ്ക് ഐ നോ വാട്ട് കൈൻഡ് ഓഫ് ഡോക്ടർ ഐ വാണ്ട് ടു ബി ഇൻ മൈ ഫ്യൂച്ചർ ടു. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ സാധാരണ പുറത്തുനിന്ന് നോക്കുന്ന ചിലവർക്കുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു അസുഖമായിട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ കയറ്റി ഇറക്കി ഒരു വലിയ ബില്ല് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ടോ? അങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ എന്ത് തരം നടപടിയാണ് എടുക്കേണ്ടത് ഒരു ഡോക്ടർ എന്നുള്ളത് എനിക്ക് പറയുന്നത്? നമ്മൾ വളരെ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പേഴ്സണൽ നമ്മളിപ്പോൾ ഓരോ ഇൻവെസ്റ്റിഗേഷനും വേണ്ടതാണോ, എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് ആ ഇൻവെസ്റ്റിഗേഷൻ നോക്കി കണ്ടും ചെയ്യുന്നതാണ്. ഓൾസോ നമ്മൾ ഒത്തിരി ഫൈനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺ തിങ് ഐ ക്ലോസ്ലി സീൻ ദാറ്റ്, ബിലീവേഴ്സ് ലൈഫ് ക്ലോസ്ലി സീൻ ദാറ്റ്, എസ്പെഷ്യലി നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ടെസ്റ്റുകളും മെഡിസിൻസും ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് വളരെയധികമായിട്ട് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ അങ്ങനത്തെ ബിലീവേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ചോദ്യം അല്ലേ? അപ്പോൾ അടുത്ത ഒരാളുകളുണ്ടല്ലേ? സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഈ റീസെൻ്റ് കണ്ട പോസ്റ്റിലും റീൽസിലൊക്കെ ഒരു പുതിയ ലുക്കാണല്ലോ. അപ്പം എന്താണ്, ഏതെങ്കിലും മൂവിയായിട്ട് റിലേറ്റ് ചെയ്തതാണോ ഈ ലുക്ക്? തീർച്ചയായിട്ടും കത്തനാർന്ന് പറയുന്നതാണ് ഒരു സിനിമ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട് കത്തനാരുമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹോം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത റോജി തോമസ് ആണ് അതിൻ്റെ സംവിധായകൻ. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളും കൂടി പോകും. ഇതൊരു ബെസ്റ്റ് സിനിമയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി ജയശ്രീയ. വളരെ സന്തോഷമുണ്ട് എല്ലാവരും അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചത്. അതുപോലെ ഒരു കാര്യം കൂടി പറയുന്നു, എന്നെ മനോരമയും അതുപോലെ തന്നെ ബിലീവേഴ്സും ബിലീവ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും അവരോടുള്ള യാത്രകളിൽ ഞാനും കൂടി ഉണ്ടാവും. അവരെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ വീണ്ടും സംസാരിക്കണമെന്ന് ജയസൂര്യ സംശയം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ജയസൂര്യ എപ്പോഴും എന്ത് സംസാരിച്ചാലും എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നുകൂടെ സംസാരിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ദൗത്യത്തിന്റെ മുഖമായ ജയസൂര്യ സ്നേഹത്തോടെ ക്ഷണിക്കും. എല്ലാവരും നല്ല വിശന്ന് നല്ല ഇരിക്കുമ്പോഴത്തേക്കും നമ്മളൊന്നും സംസാരിച്ചേക്കും ഒട്ടും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഞാൻ കൂടെ ഉണ്ടടാ
എന്ന് പറയുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും. അവരുടെ പ്രാർത്ഥനയുണ്ടാവും, പ്രാർത്ഥനകളുണ്ടാവും, പ്രവൃത്തികളുണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. പ്രവർത്തിക്കാൻ ഒരു പരിധി ഉണ്ടാവും. പക്ഷേ ആ ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ പ്രവർത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇനി മുതലും മനോരമയും അതുപോലെ തന്നെ ബിലീവേഴ്സ് ഉണ്ടാകും എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല, ഇനി ഒരു വ്യക്തിയുമായി ജീവിക്കണോ സർവൈവർ ആയി ജീവിക്കണോ എന്നുള്ള കാര്യം അവരുടെ മനോബലം പോലെ ഇരിക്കും. ആ മനോബലം തരാനും ഈ നല്ലവരായ ഡോക്ടേഴ്സ് കൂടെ ഉണ്ടാവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു നല്ല നന്മയുള്ള ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.